ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതന്ന് ഒരുപാട് മുന്നത്തെ ഒരു വീഡിയോ ആണ്. ഇപ്പോഴാണ് മഴയും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഇപ്പോഴാണെന്ന് എഡിറ്റിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇടാൻ പറ്റിയത്. അപ്പോൾ ഇത്രയും വൈകിപ്പിച്ചതിന് എല്ലാവരോടും ആദ്യം തന്നെ സോറി പറയുകയാണ്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒരു ബർത്ത്ഡേ പാർട്ടിക്കാണ്. ദീപാഞ്ജലി റിസോർട്ടിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നടന്നിട്ടാണ് പോണത്. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. റോഡൊക്കെ കണ്ടില്ലേ, മഴ പെയ്തിട്ട് ആകെ കുളം പോലെ ആയിട്ടാണ് നിൽക്കുന്നത്. അതും പാറക്കുട്ടിയുടെ അംഗൻവാടിയുടെ മുന്നിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി. ഈ ഫംഗ്ഷൻ ആരുടെയെന്ന് വെച്ചാൽ ദീപാഞ്ജലിയിലെ വൺ ഓഫ് ദ ഡയറക്ടർ മിഥുൻ്റെയും അവിടെ തന്നെ ഡോക്ടറായിട്ടുള്ള ആയുർവേദ ഡോക്ടറായിട്ടുള്ള മിഥുനയുടെയും മകനാണ് മയൂഗ്. അപ്പോൾ മയൂഗിൻ്റെ 1 ഇയർ ഇതിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനാണ് നമ്മളിപ്പോൾ കൂടാൻ പോകുന്നത്. നമ്മളെത്തിയപ്പോഴേക്ക് തന്നെ അവിടുത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരും തന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മളൊരു 5 മണി ആയപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ട്. 5 മണി കഴിഞ്ഞപ്പോഴേക്ക് കേക്ക് കെട്ടിയത് ഒരു 6 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ പരിചയമുള്ള ആൾക്കാരോട് സംസാരിച്ചും പിന്നെ പരിചയമില്ലാത്ത പുതുതായി കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. അങ്ങനെ നമ്മൾ നേരൊക്കെ അങ്ങനെ പോയി. പാറക്കുട്ടിക്കും ചാരിക്കുട്ടിക്കും ചെന്നപ്പോൾ തന്നെ ഡയറി മിൽക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളതും പിടിച്ചിട്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവൾ ഓരോ ഗോഷ്ടിയൊക്കെ കാണിച്ചു തരികയാണ് കേട്ടോ എനിക്ക്. പാറക്കുട്ടി ഒരാളുടെ കയ്യിൽ നിന്ന് ഒരാളുടെ കയ്യിലേക്ക് അങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. അപ്പോൾ ഇതായിരുന്നു കേക്കിൻ്റെ ഫോട്ടോ. ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ട് കേക്കിൻ്റെ ഫോട്ടോ എടുക്കാതെ എങ്ങനെയല്ലേ തിരിച്ചു വരിക. അപ്പോൾ അതാ അടുത്തത് എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളും അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് നമ്മൾ മുന്നേ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ആമസോണിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ഇതാ അവർ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ നമുക്ക് ചോക്ലേറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാറക്കുട്ടി ഇതാ കേക്ക് കഴിക്കുകയാണ്. ഒക്കെ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ കഴിക്കുകയാണ് ഒറ്റയ്ക്ക്. അച്ചമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഞാൻ കേക്ക് കഴിക്കുകയാണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്ക് കെട്ടിയത് ഏകദേശം എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഫുഡ് സെർവ് ചെയ്യാനായിട്ട് തുടങ്ങി. കഴിക്കാനായിട്ട് ഗീ റൈസ്, പൊറോട്ട, പത്തിരി, വെള്ളയപ്പം, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, പിന്നെ ബീഫ് ഉണ്ടായിരുന്നു. വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ ഫ്രൈയും പനീർ കറിയൊക്കെ ഉണ്ടായിരുന്നു. ഏട്ടൻ പിന്നീട് അവിടെ കൊളീഡ്സിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാറക്കുട്ടിക്കും ചാരുക്കുട്ടിക്കും ഏട്ടനാണ് ഫുഡ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ആസ്വദിച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമും ഗുലാബ് ജാമും അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് മഴ ചാറി, എന്നാലും നമ്മൾ നനയാതെ രക്ഷപ്പെട്ടു. പിന്നെ ഫുഡ് കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഒരു 7:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ കേട്ടോ. ആളുകൾ ഇപ്പോഴും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഏട്ടൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. കൊണ്ടാക്കി വന്നിട്ട് വേണം ഏട്ടന് ഫുഡ് കഴിക്കാനായിട്ട്. അതിൻ്റെ ഇടയിൽ പാറക്കുട്ടിക്ക് ബലൂൺ വേണമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ബലൂണൊക്കെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൊണ്ടാണ് പാറക്കുട്ടി പോണേ. എല്ലാവരും മറക്കാതെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പം അങ്ങനെ ഏട്ടൻ തിരിച്ചു വന്ന് ഫുഡൊക്കെ കഴിച്ച് അവരുടേതായിട്ടുള്ള കലാപരിപാടികളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അന്ന് രാത്രി ഏട്ടൻ വീട്ടിൽ വന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു വിശേഷം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ.